Hi, hello, welcome back to Ashna's Physics class. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ അങ്ങനെ ഫിസിക്സിൻ്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഡിവൈസ് എനർജി ചേഞ്ച്, ഇലക്ട്രിക്കൽ ബൾബ് ഇലക്ട്രിക്കൽ എനർജി ടു ലൈറ്റ് എനർജി, ഇൻഡക്ഷൻ കുക്കർ ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി, സ്റ്റോറേജ് ബാറ്ററി വൈൽ ചാർജിങ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി, മിക്സി ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, സോൾഡറിങ് അയൺ ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ടു മാഗ്നറ്റിക് എനർജി ആക്കി മാറ്റും. ഇലക്ട്രിക് മോട്ടോർ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ജൂൾ ഹീറ്റിംഗ് ഓർ ഓമിക് ഹീറ്റിംഗ്, the process by which heat is developed in a circuit on passing current through it known as the Joule heating or ohmic heating. Joule's law, the heat generated H in a current carrying conductor is directly proportional to the product of the square of the current I in the conductor and the resistance of the conductor R and the time t of flow of current H equal to I square RT. Okay. Factors influencing the heat developed. When current passes through a conductor, intensity of electric current I, when the current is doubled, heat becomes 4 times. When the current is half, heat is reduced to 1/4. Okay, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. Resistance of the conductor R, when the resistance is doubled without any change in the current, then the heat produced is also doubled. But in normal case, when the resistance is doubled, current is reduced by half, so heat is also reduced to half. Time of flow of current T, when the time is doubled, heat is also doubled. Equations for solving the mathematical problems by using Joule's law. H equal to I square RT, H equal to VIT, H equal to V square T by R, R equal to V by I. H equal to heat, its unit is joule, I equal to current, its unit is ampere, V equal to potential difference, voltage unit V. Okay, T equal to time unit second ആണ്, R equal to resistance unit ohm ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ ബോക്സിൽ കൊടുത്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം സെഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് പവർ P എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ യൂണിറ്റ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്, W. ഇക്വേഷൻസ് ഫോർ സോൾവിങ് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ്, P ഈക്വൽ ടു H ബൈ T, P ഈക്വൽ ടു I സ്ക്വയർ R, P ഈക്വൽ ടു VI, P ഈക്വൽ ടു V സ്ക്വയർ R. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതും പഠിച്ചു വെക്കണേ. അടുത്തതായിട്ട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസസ്. റെസിസ്റ്റൻസും വോൾട്ടേജും ആണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പവർ ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഡിവൈസസ്. റെസിസ്റ്റൻസ് ആർ, when the resistance increases, power decreases. When the resistance is doubled, power is halved. Voltage V എന്ന് പറഞ്ഞാൽ when the voltage increases, power also increases. When the voltage is doubled, power becomes 4 times, and when the voltage is halved, power is reduced to 1/4. Okay, and the next one is electric heating appliance. Electric heating appliances are instruments that make use of the heating effects of electricity. Electric iron, soldering iron, electric heater, immersion heater എന്നിവയാണ്. ഹീറ്റിംഗ് കോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പാർട്ട് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ഇൻ ടു ഹീറ്റ് എനർജി ഈസ് കോൾഡ് ദ ഹീറ്റിംഗ് കോയിൽ ഓഫ് എൻ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസ്. നിക്രോം ഈസ് യൂസ്ഡ് ആസ് ദി ഹീറ്റിംഗ് കോയിൽ. അലോയ് ഓഫ് ക്രോമിയം ആൻഡ് അയണിനെയാണ് നമ്മൾ നിക്രോം എന്ന് പറയുന്നത്. പെക്യുലാരിറ്റീസ് ഓഫ് നിക്രോം എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റിവിറ്റി ആണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്, എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്. സേഫ്റ്റി ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ്റ്റി ഫ്യൂസ് ഈസ് എ ഡിവൈസ് വിച്ച് പ്രൊട്ടക്ട് us ആൻഡ് ദി അപ്ലയൻസ് ഫ്രം ഡേഞ്ചർ വെൻ an excess current flows through the circuit. Safety fuse is a device that works on the heating effects of electric current. Fuse wire, an alloy of a tin and lead, is the main part of the safety fuse. Fuse wire has low melting point. Okay, circumstances that causes high electric current in a circuit. Overloading. A circuit is said to be overloaded if the total power of all the appliance connected to it is more than what the circuit can withstand. Short circuit എന്ന് പറഞ്ഞാൽ എന്താണ്? If the positive and the negative terminals of a battery or the two wires from the main
means come into contact without the presence of a resistance in between, they are said to be short circuited. Okay, working of a fuse എന്ന് പറഞ്ഞാൽ എന്താണ്? When the current that flows into the circuit exceeds the permissible limit, the heat generated become excessive. Because of it is low melting point, the fuse wire melts and break the circuit. Precautions to be taken while connecting a fuse wire in a circuit. The end of the fuse wire must be connected firmly at appropriate points. The fuse wire should not projected out of the carrier box. Use fuse wire of appropriate amperage. Fuse wire is connected in series. അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ എ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റഡ് ബൈ കണക്ടിങ് ദ റെസിസ്റ്റേഴ്സ് വൺ ആഫ്റ്റർ ദി അതർ, ഇറ്റ് ഈസ് കോൾഡ് സീരീസ് കണക്ഷൻ. പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ പാരലൽ മെത്തേഡ് ദ എൻഡ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ കോമൺലി കണക്റ്റഡ് ടുഗദർ അറ്റ് എ പോയിന്റ് എ ആൻഡ് ബി ആർ ഷോൺ ഇൻ ദ ഫിഗർ. Then effective resistance, current, voltage, equations for calculating the effective resistance when the bulbs are connected in the circuit. Series connection ആണെങ്കിൽ effective resistance increase ചെയ്യും. Current എന്ന് പറയുന്നത് current is same for all resistors. Voltage എന്ന് പറയുന്നത് voltage is different for each resistor. Resistors having high resistance gets more voltage and low resistance gets low voltage. R equal to R1 plus R2 plus R3. ഇതാണ് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. When the bulbs are connected in the circuit, bulbs of less power glows with more brightness. Okay, parallel connection ആണെങ്കിൽ effective resistance decrease ചെയ്യും. Current എന്ന് പറയുന്നത് current is different for each resistor. More current is flowing through the resistor with low resistance and less current is flowing through the resistor having high resistance. Okay, voltage എന്ന് പറയുന്നത് voltage is same supply voltage for all resistors. Equations for calculating the effective resistance: I by R equal to I by R1 1 by R1 plus 1 by R2 plus 1 by R3. When the bulbs are connected in the circuit, in the circuit, bulbs of less power glows with more brightening. Bulbs of more power glows with more brightening. Lighting effect of electric current. Incandescent lamps. In normal voltage, the filament becomes white hot and gives out light. Such bulbs are the incandescent, glowing with heat lamps. Filament is made with the metal tungsten. Properties of tungsten: high resistivity, high melting point, high ductility, ability to emit white light in the white hot condition. To avoid the oxidation of the filament, bulb is evacuated. Question ചോദിക്കുക, ബൾബ് എന്തിനാണ് ഇവാക്യുവേറ്റ് ചെയ്തത്? ടു അവോയ്ഡ് ദ ഓക്സിഡേഷൻ ഓഫ് ദി ഫിലമെൻറ്റ്. ഓക്കെ, vaporization of the filament can be reduced by filling the bulb with inert gas or nitrogen at low pressure. Next, drawback. A major part of the electrical energy supplied to an incandescent lamp is lost as heat. Hence, the efficiency of this device is less. നമ്മൾ എത്ര കറണ്ട് കൊടുക്കുന്നോ അതിൻ്റെ മേജർ പാർട്ട് ഒരു ഹീറ്റ് എനർജി ആയിട്ട്, അതായത് ചൂടായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അത് മാത്രമാണ് ഇൻകാൻഡസെൻറ്റ് ലാമ്പിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. Next chapter, Unit 2, Magnetic Effects of Electric Current. A magnetic field is developed around a current carrying conductor. Direction of the magnetic field is from the north pole to the magnet to its south pole. Okay, magnetic compass എന്ന് പറയുന്നത്, magnetic compass is used to identify the presence and direction of the magnetic field. Direction in which the north pole of the magnetic needle deflects indicates the direction of the magnetic field. Okay, next one is right hand thumb rule. അല്ലെങ്കിൽ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? Right hand thumb rule is used to find the direction of the magnetic field formed around a current carrying conductor. Imagine you are holding a current carrying conductor with the right hand in such a way that the thumb points in the direction of the current. The direction in which the other fingers encircles the conductor gives the direction of the magnetic field. Okay, magnetic field developed around a current carrying straight conductor എന്ന് പറയുന്നത് എന്താണ്? Magnetic field developed around a current carrying straight conductor is the circular ഷേപ്പിലാണ് അത് ഫോം ചെയ്യുന്നത്. When the current is passed from south to north through a conductor, direction of the magnetic field above the conductor എന്ന് പറയുന്നത് west to east ആയിരിക്കും. Direction of the magnetic field below the conductor എന്ന് പറയുന്നത് east to west ആയിരിക്കും.
When the current is passed from north to south through a conductor, direction of the magnetic field above the conductor east to west. Direction of the magnetic field below the conductor എന്ന് പറയുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആയിരിക്കും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് carrying സർക്കുലർ ലൂപ്പ് എന്ന് പറയുന്നത് ദ എൻഡ് ഓഫ് ദി കോയിൽ അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സൗത്ത് പോൾ. ഓക്കെ, ദ എൻഡ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് പോൾ ആയിരിക്കും. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സോളിനോയിഡ് ഈസ് എ ഇൻസുലേറ്റഡ് കണ്ടക്ടിങ് വയർ വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ഹെലിക്സ്. ഒരു ഹെലിക്കൽ ഷേപ്പിലുള്ള ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സിൻ്റെ വയർ ഇങ്ങനെ വൂണ്ട് ചെയ്ത് വെച്ചതിനെ ഇങ്ങനെ ചുറ്റി വെച്ചതിനെയാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് carrying സോളിനോയിഡ് എന്ന് പറയുന്നത് എന്താണ്? ദ എൻഡ് ഓഫ് ദ സോളിനോയിഡ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് പോൾ ആണ്. ദെൻ ദ എൻഡ് അറ്റ് വിച്ച് കറണ്ട് ഫ്ലോസ് ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് പോൾ ആണ്. അപ്പോൾ ആൻറ്റി എന്ന് പറയുന്നതിൽ ഒരു എൻ വരുന്നുണ്ട്, അന്നപ്പോൾ അത് നോർത്ത് പോൾ ആണെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. മറ്റേത് സൗത്ത് പോളിൻ്റെതിൽ ക്ലോക്ക് വൈസ് ഡിറക്ഷനെ കൊടുക്കുള്ളൂ. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എൻ വരുന്നുണ്ട്, അതുകൊണ്ട് അത് നോർത്ത് പോൾ ആണെന്ന് ഓർത്ത് വെക്കുക. To increase the strength of the magnetic field produced on a solenoid, increase the intensity of the electric current, increase the number of turns in the solenoid, use soft iron as the core of the solenoid, increase the area of cross section of the soft iron core. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു സോളിനോയിഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ആ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മോട്ടോർ പ്രിൻസിപ്പളാണ്. എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് in a magnetic field experiences a force when current pass through it and it moves. അതായത് നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഫ്രീ ആയിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു ഏരിയയിൽ വെച്ചാൽ അതിന് വേണ്ടിയിട്ടാണ് നോർത്ത് സൗത്ത് കാന്തങ്ങൾ ഈ ഒരു ഇത് വെക്കുമ്പോൾ മാഗ്നറ്റിക് പോൾസ് വെക്കുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടക്ടർ വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ ഒരു മെറ്റാലിക് ആയിട്ടുള്ള കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യും. അപ്പം നമുക്ക് മോട്ടോറിൻ്റെ പ്രിൻസിപ്പൾ എന്താ? അതിങ്ങനെ മൂവ് ചെയ്യണം അല്ലേ, കറങ്ങണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പാർട്ടുകളും ഈ ഒരു പിക്ചറും പഠിച്ചു വെക്കണേ. NS എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പോൾസ് ആണ്, നോർത്തും സൗത്തും. XY ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദി മോട്ടറാണ്, മോട്ടറിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് എക്സും വൈയും. ആ സെൻറ്ററിൽ കൂടെ ഒരു ഡോട്ട് ഡോട്ടായിട്ട് ഒരു വര കണ്ടില്ലേ. ABCD എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർമേച്ചർ ആണ് കേട്ടോ. B1 B2 എന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ്. R1 R2 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിങ്സ് ആണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് ആണ്. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ദി ആർമേച്ചർ ഓഫ് എൻ ഇലക്ട്രിക് മോട്ടോർ എ ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൺ ദി ആർമേച്ചർ ആൻഡ് ഇറ്റ് റൊട്ടേറ്റ്സ് ഇറ്റ്സ് ആക്സിസ് ബേസ്ഡ് ഓൺ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പ്ലിറ്ററിംഗ് കമ്മ്യൂട്ടേറ്റർ ഹെൽപ്സ് ടു എക്സ്ചേഞ്ച് ദി ഡിറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ദി ആർമേച്ചർ ആഫ്റ്റർ എവരി ഹാഫ് റൊട്ടേഷൻ. എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജീനെ ഇത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോട്ടോർ പ്രിൻസിപ്പിളാണ് കേട്ടോ. മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കർ. പാർട്സ് എന്തൊക്കെയാണ്? ഫീൽഡ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, ഡയഫ്രം, സോഫ്റ്റ് അയൺ കോർ, സോഫ്റ്റ് അയൺ ഷീൽഡ്, കണക്റ്റിംഗ് വയേഴ്സ്. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഒരു പിക്ചറിൽ ഏതൊക്കെയാണ് എന്തൊക്കെ പാർട്ടാണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ദി ഇലക്ട്രിക്കൽ പൾസസ് ഫ്രം എ മൈക്രോഫോൺ ആർ സ്ട്രെങ്തൻഡ് യൂസിങ് ആസ് an amplifier and sent through the voice coil of a loudspeaker. The voice coil which is placed in the magnetic field moves to and flow rapidly in accordance with the electrical pulses. These movements makes the diaphragm vibrate thereby reproducing sound. എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുന്നു, എന്താക്കിയിട്ട് സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. വർക്കിംഗ് പ്രിൻസിപ്പിൾ മോട്ടോർ പ്രിൻസിപ്പിൾ. ഇനി യൂണിറ്റ് 3 ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? whenever there is a change in the magnetic flux linked with a coil an EMF is induced in the coil. This phenomenon is electromagnetic induction. എപ്പോഴൊക്കെയാണ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മളൊരു ഇലക്ട്രിക് കോയിലിനോട് ലിങ്ക് ചെയ്തിട്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകുന്നത്, അപ്പോഴെല്ലാം ആ ഒരു ഇതിൽ എന്തുണ്ടാവും? EMF, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്.
മെത്തേഡ് ടു ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് ഇൻ എ സോളിനോയിഡ് ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്തൊക്കെ മെത്തേഡിലൂടെ നമ്മൾക്ക് ഈ ഒരു EMF ഉണ്ടാവുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? ഇൻക്രീസ് ദ സ്ട്രെങ്ത് ഓഫ് ദി മാഗ്നറ്റ്, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്, ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ. അതായത് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ആണല്ലോ ഫ്ലക്സ് ഉണ്ടാക്കുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ മാഗ്നറ്റിൻ്റെ സ്ട്രെങ്ത് കൂട്ടുക, അതോടൊപ്പം തന്നെ സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, ആ ചുറ്റിയിരിക്കുന്ന സോളിനോയിഡിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, ആ ചുറ്റ് കുറച്ചും കൂടി കൂട്ടി വെക്കുക, എണ്ണം കൂട്ടുക. ഓക്കെ. ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ, അതിനുശേഷം അത് മൂവ് ചെയ്യുന്ന മോഷനും ഇൻക്രീസ് ചെയ്യുക കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇലക്ട്രിസിറ്റി റിസീവ്ഡ് ഫ്രം AC ജനറേറ്റർ, DC ജനറേറ്റർ ആൻഡ് എ ബാറ്ററി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കണം. AC ജനറേറ്ററിനും DC ജനറേറ്ററിനും ബാറ്ററിയിലുള്ള കറണ്ടിൻ്റെ ഈ ഒരു ഇതൊക്കെ പഠിക്കുക, ചിത്രവും വരയ്ക്കണം. ഡിറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി, EMF ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. AC എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നാണ്. ആൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നിനെ വിട്ട് ചേഞ്ച് ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക ഡയറക്ഷൻ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം കറണ്ടിൻ്റെ ഡയറക്ഷൻ മേലേക്കും താഴേക്കും ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആൾട്ടർനേറ്റ് ആയിട്ട് ഇൻക്രീസും ഡിക്രീസും ചെയ്യുന്നുണ്ട്. EMF ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്. ഇവിടെ EMF ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. ഇനി DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടാണ്, അതായത് നേരെ വര വരച്ചതുപോലെ ഉണ്ട് അല്ലേ. അപ്പോൾ ഡയറക്ഷൻ ഡസൻ ചേഞ്ച്, ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല. EMF ഡസൻ ചേഞ്ച്, ഇവിടെ EMFന് ഒരേ EMF തന്നെയാണ് കിട്ടുക, അത് കുറേയും കൂടുകയൊന്നും ചെയ്യുന്നില്ല. ഇനി ജനറേറ്റർ DC എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന DC കറണ്ട് എങ്ങനെയാണ് ജനറേറ്ററിനൊക്കെ ഉണ്ടാവുന്നത്? ഒരേ ഡയറക്ഷൻ ഡസൻ ചേഞ്ച്, ഇവിടെ ഡയറക്ഷനും ഉണ്ടായിരിക്കുന്ന EMFൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന EMF അല്ലെ കറണ്ടിൻ്റെ ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്നില്ല. അതോടൊപ്പം EMF ഇൻക്രീസസ് ആൻഡ് ഡിക്രീസസ്, ഇവിടെ EMF ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് കൂടി വന്നിട്ട് പിന്നെ പോലെ താഴേക്ക് ഉണ്ടല്ലേ കുറഞ്ഞു വരുന്നത്, പിന്നെയും കുറഞ്ഞ് അതേപോലെയാണ്. അപ്പോൾ ഇവിടെ EMF ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് AC ജനറേറ്ററിൻ്റെ പാർട്സുകൾ എന്തൊക്കെയാണ്, ഈ ഒരു പിക്ചറും വരച്ച് പഠിക്കുക. AC ജനറേറ്ററിൻ്റെ പ്രത്യേകതകൾ: NS എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പോൾസ് ഉണ്ട്, ABCD എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ഉണ്ട്, B1 B2 എന്ന് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ബ്രഷസ് ഉണ്ട്, R1 R2 എന്ന് പറഞ്ഞിട്ട് സ്ലിപ്പ് റിങ്സ് ഉണ്ട്. മോട്ടോറും AC ജനറേറ്ററും വരയ്ക്കുന്നത് ഏകദേശം ഒരുപോലെയാണ്, ചെറിയ ചെറിയ ചേഞ്ചുകളുണ്ട്. അപ്പോൾ രണ്ടും കൂടെ കൺഫ്യൂഷനായി പോയത്. ഇനി ഇവിടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സൊക്കെയാണ്. ഫീൽഡ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ മാഗ്നറ്റ് ദാറ്റ് ക്രിയേറ്റ്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ ജനറേറ്റർ. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ an arrangement of insulated conducting wire wound on a soft iron core. This can be made to rotate about an axis. Slip rings, metal rings which are welded together with the armature coil. They rotate along with the armature on the same axis of rotation as the armature. പിന്നീട് അടുത്തത് ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ്. They are arrangements which always make contact with the slip rings. Current flows through them to the external circuit. പിന്നീട് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് റൊട്ടേറ്റ്സ് ദ ആർമേച്ചർ ഓർ ഫീൽഡ് മാഗ്നറ്റ് ബൈ യൂസിങ് മെക്കാനിക്കൽ എനർജി. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ഈസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് an EMF is induced on the armature coil due to electromagnetic induction. The electricity produced on the armature coil reaches the external circuit through the slip rings and brushes. After every half rotation, direction of current in the armature coil and the external circuit is reserved. Working principle എന്ന് പറയുന്നത് electromagnetic induction, energy change, mechanical energy is converted to electrical energy. Instances at which maximum EMF is induced on the armature. When the plane of the armature coil become parallel to the magnetic field 90 degree to 70 degree ആകുമ്പോൾ EMF in the armature becomes zero when the plane of the armature coil become perpendicular to the magnetic field, അതായത് 0 ഡിഗ്രി 180 ഡിഗ്രി 360 ഡിഗ്രി ആകുമ്പോൾ. DC ജനറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത പാർട്സുകൾ ഏതൊക്കെയാണ്? NS, ABCD, B1 B2, R1 R2. മാഗ്നറ്റിക് പോൾസ്, ആർമേച്ചർ, ഗ്രാഫൈറ്റ് ബ്രഷസ്, സ്പ്ലിറ്റ് റിങ്സ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് റൊട്ടേറ്റ്സ് ദ ആർമേച്ചർ ബൈ യൂസിങ് മെക്കാനിക്കൽ എനർജി. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് an EMF is induced on the armature coil due to electromagnetic induction. The electricity produced on the armature coil reaches the external circuit through the slip rings and brushes. After every half rotation, direction of current in the armature coil is reserved. Contact with the split rings and brushes are interchanged after every half rotation. Hence, in the external circuit, electricity is always flows in the same direction. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ദ സ്ട്രക്ചർ ഓഫ് എൻ AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ. സിമിലാരിറ്റീസ് എന്ന് പറയുന്നത് ആർമേച്ചർ ആൻഡ് ഫീൽഡ് മാഗ്നറ്റ് ആർ യൂസ്ഡ് ഇൻ ബോത്ത്
Both works based on the principle of electromagnetic induction. AC is induced in the armature in both cases. ഡിഫറൻസസ് എന്ന് പറയുന്നത് എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചു വെക്കുക. സ്ലിപ്പ് റിങ്സ് ആർ യൂസ്ഡ്, സ്പ്ലിറ്റ് റിങ്സ് ആർ യൂസ്ഡ്. എ സി ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്, ഡി സി ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. AC is induced in the armature irrespective of the motion of armature or magnet. It is designed in such a way that DC will be obtained only if armature is made to rotate. Mutual induction എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Consider two coils of wire kept side by side. When the strength or direction of the current in one coil changes, the magnetic flux around it changes. As a result, an EMF is induced in the secondary coil. This phenomenon is known as the mutual induction. The coil into which we give current for the production of magnetic field എന്ന് പറയുന്നതാണ് പ്രൈമറി കോയിൽ അല്ലെങ്കിൽ ഇൻപുട്ട് കോയിൽ എന്ന് പറയുന്നത്. The coil in which induced EMF is generated എന്ന് പറയുന്നത് സെക്കൻഡറി കോയിലാണ്. ഔട്ട്പുട്ട് കോയിലാണ് ട്രാൻസ്ഫോർമർ. Transformer is a device for increasing or decreasing the voltage of an AC without any change in the electric power. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രാൻസ്ഫോർമറിൻ്റെ കേട്ടോ. ട്രാൻസ്ഫോമർ വിച്ച് ഇൻക്രീസസ് എ സി വോൾട്ടേജിനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ വിച്ച് ഡിക്രീസസ് എ സി വോൾട്ടേജ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് when AC is given to the primary coil of a transformer, ഇവിടെ AC നമ്മളൊരു പ്രൈമറി കോയിൽ ഓഫ് ട്രാൻസ്ഫോമറിന് കൊടുത്താൽ a varying magnetic field is produced around it. As a result, an EMF is induced on the secondary coil. ഇവിടെ ഈ സൈഡിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇവിടെ കറണ്ട് ഉണ്ടാകുമ്പോൾ ഈ EMF ഇപ്പുറത്തെ സൈഡിലേക്ക് പ്രേരിതമാകും. Which is situated on the same magnetic field. The EMF induced on the secondary coil is proportional to the number of turns on it. നമ്മൾ എത്രമാത്രം ചുരുളുകൾ കൂട്ടി കൊടുക്കുന്നോ അതിനനുസരിച്ച് EMF ഉണ്ടാവുന്നത് കൂടി വരും. ഓക്കെ, ഇവിടെ പ്രൈമറി കോയിൽ ഇൻപുട്ട് കുറഞ്ഞ ഇതാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് സെക്കൻഡറി കോയിൽ ഔട്ട്പുട്ട് കിട്ടി. ഇനി പ്രൈമറി കോയിൽ നമ്മൾ ചുരുളുകളുടെ എണ്ണം കൂട്ടിയാൽ സെക്കൻഡറി കോയിൽ എന്താണ് കുറഞ്ഞതേ ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചു വെക്കുക. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ലെസർ ദാൻ സെക്കൻഡറി കോയിൽ. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡറി കോയിൽ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ഔട്ട്പുട്ട് വോൾട്ടേജ്. തിക്നെസ് ഓഫ് പ്രൈമറി കോയിൽ ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി കോയിൽ. തിക്നെസ് ഓഫ് സെക്കൻഡറി കോയിൽ ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രൈമറി കോയിൽ. Input current is greater than the output current. Output current is greater than the input current. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് എൻ AC ഈസ് ഇൻ എ സോളിനോയിഡ് വിൽ ജനറേറ്റ് എ ബാക്ക് EMF in the same solenoid in a direction opposite to that applied to it. This phenomenon is known as the self-induction. Due to self-induction, the effective voltage in the circuit is decreases. Hence, the intensity of bulb in the circuit is also decreases. For self-induction, supply current must be AC. A solenoid must be induced in the circuit. അടുത്തത് മെത്തേഡ് ടു ഇൻക്രീസ് സെൽഫ് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ബാക്ക് EMF എന്ന് പറയുന്നത് യൂസ് സോളിനോയിഡ് ഹാവിംഗ് മോർ ടേൺസ് ഇൻ ഇറ്റ്. എ സോഫ്റ്റ് അയൺ കോർ ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ സോളിനോയിഡ്. ഇൻക്രീസസ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദി സോഫ്റ്റ് അയൺ കോർ. മൂവിംഗ് കോയിൽ മൈക്രോഫോണിൻ്റെ പ്രത്യേകത എന്താണ്, വർക്കിംഗ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. വർക്കിംഗ് എന്ന് പറയുന്നത് ദ വോയിസ് കോയിൽ ഈസ് സിറ്റുവേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ദ ഡയഫ്രം കണക്റ്റഡ് ടു ദ വോയിസ് കോയിൽ വൈബ്രേറ്റ്സ് in accordance with the sound waves falling on it. As a result, electrical signal correspond to the sound waves are generated in the voice coil. Energy change ഉണ്ടാവുന്നത് എന്തൊക്കെയാണ്? സൗണ്ട് എനർജി ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇനി ഇവിടെ പവർ ട്രാൻസ്മിഷൻ്റെ പ്രത്യേകതകളാണ്. വെൻ ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ് ദർ ഈസ് എ ലോസ് ഓഫ് എനർജി ഇൻ ദ കണ്ടക്ടേഴ്സ്. ഓക്കെ, in the form of heat. This is known as transmission loss. Voltage drop and transmission loss are the problems we encountered when power is transmitted to distant places. Electricity is generated at the power station at 11 kV voltage. The voltage is increased up to 220 kV at the power station itself. As a result, the current and loss of energy in the form of heat decreases. The voltage is lowered at different stages of power transmission and electricity is made available to the distribution transformer at 11 kV. 230 volt required for household purpose is made available by distribution transformers.
Voltage needed for industrial purpose are also obtained from distribution transformers. Precaution for avoiding electric shock. Never handle electric equipment or operate switches when the hands are wet. Insert plug pins into socket and withdraw them only after switching off. Wear rubber footwear while operating electrical devices. Do not fly kites near electric lines. Do not use table fans to dry hair. First aid to the person who gets electric shock. Raise the temperature of the body by massaging. Give artificial respiration. Massage the muscles and bring them to the original condition. Start first aid for the functions of the heart. Apply pressure on the chest regularly. Take the persons to the nearby hospital immediately. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റിലത്തെ 3 ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട നോട്ടുകൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത സെക്ഷൻ ഞാൻ അടുത്ത് തന്നെ നെക്സ്റ്റ് സെഷനിൽ 4ഉം 5ഉം 6ഉം 7ഉം നോട്ട്സ് പറഞ്ഞു തരാം. ഓക്കെ, ടേക്ക് കെയർ. യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.